അപ്പൊ നമുക്ക് മാത്സിന്റെ SLCയുടെ ബാക്കിയുള്ള പോർഷൻസ് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നേരത്തെ പഠിച്ച ക്ലാസ്സിലെ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്, എന്താണ് ഒരു സീക്വൻസ്, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പഠിച്ചു. എന്താണ് ഒരു സീക്വൻസ് എന്ന് ആദ്യം പഠിച്ചു. അതിൽ നിന്ന് അരിത്തമെറ്റിക് സീക്വൻസിനെ എന്താണ് വ്യത്യസ്തമാക്കുന്നതെന്ന് പഠിച്ചു. അതിൽ മെയിൻ ആയിട്ടുള്ള ടേംസുകൾ പഠിച്ചു. പിന്നെ അതിനെ ഒരു ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ ഏതാണെന്ന് നമ്മൾ പഠിച്ചു. കുറച്ച് സ്പീഡി ആയിട്ടാണ് പോയത്, കാരണം നമ്മൾ നേരത്തെ പഠിച്ചത് കാര്യമായതുകൊണ്ടാണ്, കുറെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യമായതുകൊണ്ടും പിന്നെ നിങ്ങൾക്ക് കുറെ അറിയാവുന്നത് കൊണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുന്നത്. അതൊന്നും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് കൊച്ചു കാര്യങ്ങൾ അല്ലെങ്കിൽ ബേസിക് കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. പിന്നെ എന്തായിരുന്നു സീക്വൻസ് എന്ന് പറഞ്ഞാൽ, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ഡിഫറൻസ് ഉള്ള സീക്വൻസ് ആണ്. അതായത് റിപ്പീറ്റിംഗ് ആയിട്ട് ഒരു നമ്പർ ആഡ് ചെയ്തു പോകുന്ന സീക്വൻസുകളാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ. അത് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് തരുന്ന നമ്പർ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ സീക്വൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളോട് പറയുകയാണ് സീക്വൻസ് ഓഫ് ആൻ പിന്നെ ഓഡ് നമ്പർ അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ആൻ പിന്നെ ഈവൻ നമ്പർ, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ സീക്വൻസ് ആദ്യം ഉണ്ടാക്കണം. എന്നിട്ട് അവർ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും, അതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും, അതിന്റെ ഏതെങ്കിലും ഒരു ടേം, ഇപ്പൊ 10th ടേം ആണെങ്കിൽ 10th ടേം കണ്ടുപിടിക്കുക. അപ്പൊ അതായിരിക്കും, ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതി റെഡിയാക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി അതിനകത്ത് നമ്മൾ പഠിക്കേണ്ട വേറൊരു കാര്യം, അതിന്റെ ആൾജിബ്രിക് ഫോം എഴുതുക അല്ലെങ്കിൽ ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതുക എന്നുള്ള കാര്യം. അത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ എക്സ് എന്ന് പറയുന്ന ആണ് നമ്മൾ ആൾജിബ്രിക് ഫോമിലുള്ള ഇക്വേഷൻ എഴുതുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, f+n-1 ഇൻറ്റു ഡി എന്ന് പറയുന്ന ഈ ഇക്വേഷനകത്തോട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. അറിയാത്ത കാര്യം എന്തായിരിക്കും, എത്രാമത്തെ ടേം അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക എന്നായിരിക്കും. അപ്പൊ n അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ തന്നിരിക്കുന്ന വാല്യൂസ് ഇട്ട് കൊടുത്ത് ഇക്വേഷൻ ആക്കി വെക്കുന്നു. അപ്പൊ ആ ഇക്വേഷനകത്ത് എന്നിന് പകരം ഇപ്പം തേർഡ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നു, 3 ഇട്ട് കൊടുക്കുമ്പോഴത്തേന് നമുക്ക് എന്ത് കിട്ടും, ആ n3 വരുമ്പോഴത്തേനുള്ള ആ നമ്പർ ഏതാണെന്ന് കിട്ടും. അപ്പൊ ആൾജിബ്രിക് എക്സ്പ്രഷൻ കൊണ്ടുള്ള പ്രയോജനം എന്താ, നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ എക്സ്പ്രഷനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇട്ട് കൊടുത്ത് ആ സീക്വൻസിന്റെ എക്സ്പ്രഷനകത്തോട്ട് എന്നിന് പകരം ഇപ്പൊ 101ാമത്തെ പദമാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ആ എന്നിന് പകരം എന്ത് ചെയ്യുന്നു, 101 ഇട്ട് കൊടുത്താൽ നമുക്ക് തന്നിരിക്കുന്ന അൾജിബ്രിക് എക്സ്പ്രഷനിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, 101ാമത്തെ പദം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതും പഠിച്ചു നിർത്തിയതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം സീക്വൻസ് ഓഫ് ഓഡ് നമ്പർ എഴുതാൻ പറഞ്ഞേക്കുന്നത്. അവർ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യന് സീക്വൻസ് ഓഫ് ഓഡ് നമ്പറിന്റെ സീക്വൻസ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. ഓഡ് നമ്പറിന്റെ സീക്വൻസ് എങ്ങനെ എഴുതുന്നത്, എന്താണ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാല് 1, 3, 5, 7 അങ്ങനെ. ഓക്കെ, ഇത് നമുക്കൊരു 5 ടേമോ അല്ലെങ്കിൽ 6 ടേമോ വെച്ച് നിർത്താം. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കണം, ബാക്കി ഉണ്ടെന്നുള്ളത് കൊടുക്കണം. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാല് അടുത്ത ടേം എന്തായിരിക്കും എന്നായിരിക്കും അടുത്ത ചോദ്യം. ഇപ്പൊ 5 ടേം എടുത്തിട്ട് 6ാമത്തെ ടേം ഏതായിരിക്കും എന്നായിരിക്കും നമ്മളോട് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, അരിത്തമെറ്റിക് സീക്വൻസിന്റെ എന്ത് കണ്ടുപിടിക്കണം, ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഫസ്റ്റ് ഇപ്പൊ തന്നിരിക്കുന്ന ടേമിൽ നിന്ന് അതിന്റെ പ്രീവിയസ് ടേം എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പൊ 3 എന്ത് കുറയ്ക്കുന്നു, 1 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 2. അല്ലെങ്കിൽ 7 5 കുറയ്ക്കുന്നു, അപ്പോൾ കിട്ടുന്നത് എന്താണ്, 2. അപ്പൊ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, കോമൺ ഡിഫറൻസ് 2 ആയിട്ടുള്ളത്. അത് അതുപോലെ തന്നെ എഴുതാം, ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 2 എന്നുള്ളത് എഴുതുന്നു. എഴുതിയ ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യണം, നമ്മളോട് പറഞ്ഞേക്കുന്നത് 6th ടേം ആണ്. അത് നിങ്ങൾക്ക് എഴുതി നോക്കുമ്പോൾ തന്നെ കിട്ടും. ഇത് അങ്ങനെ എഴുതി നോക്കാതെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി വലിയ നമ്പർ, ഇപ്പം 100th ടേം ഒക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ 100th ടേം ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്തിട്ട് കൊടുക്കണം, ഇതിന്റെ എന്നിന് പകരം 100 ഒക്കെ ഇട്ട് കൊടുത്ത് വേണം നമ്മൾ കണ്ടുപിടിക്കും, പഴയ ഇക്വേഷൻ പോലെ. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത് 11th ടേം ആണെന്ന് വിചാരിച്ചു.
11th ടേം ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നതെന്ന് വിചാരിച്ചു. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് എൻ ഈക്വൽ ടു, അതായത് ടേം ആണ് എക്സ് എന്നുള്ളത് ഓർത്തോണം. അപ്പൊ എത്രാമത്തെ ടേം എന്നാണ് എക്സ് എൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൂടെ ഓർത്തോണം. ഇവിടെ നമ്മൾ എക്സ് എൻ ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി, ഇതാണ് കാര്യം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഫസ്റ്റ് ടൈം ഉണ്ടോ നോക്കുക. ഫസ്റ്റ് ടൈം ഉണ്ട്. ഫസ്റ്റ് ടൈം എന്താണ്? 1 ആണ്. 1 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ്? ഡി ഇവിടെ എത്രയാണ് പറഞ്ഞേക്കുന്നത്? കോമൺ ഡിഫറൻസ് ഡി 2 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്രാമത്തെ ടേം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണ്? എക്സ് 11 ആണ് കണ്ടുപിടിക്കുന്നത്. സോ എക്സ് 11 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 പ്ലസ് എന്നിന് പകരം എന്ത് കൊടുക്കണം? 11 മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ്? 2. സോ ഇതിൽ നിന്ന് എന്ത് കിട്ടും? 1 പ്ലസ് എന്ത് വരും? 10 ഇൻറ്റു 2. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആദ്യം എന്ത് ചെയ്തിട്ടേ കൂട്ടാവൂ? ഇൻറ്റു ചെയ്തിട്ടേ കൂട്ടാവൂ. നമ്മുടെ ബോർഡ് മാസ് വെച്ച് എഴുതി വെച്ച്. അപ്പൊ എന്ത് ചെയ്യുന്നു? 21 ആണ് നമ്മുടെ ഇവിടുത്തെ എന്താ 11th ടേം എന്ന് പറയുന്നത്. ഓക്കെ, 11th ടേം എന്ത് വരും? അപ്പോഴത്തേന് 21 ആണ് വരുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? എന്നിന് പകരം എത്രയാണോ നമ്മുടെ ഇവിടുത്തെ ടേം കണ്ടുപിടിക്കേണ്ടത് അത് കൊടുക്കുന്നു. അത് കൊടുത്ത ശേഷം എന്ത് ചെയ്യുന്നു? കണ്ടുപിടിക്കുന്നു. ഇനി ഇതിങ്ങനെ അല്ല, നിങ്ങൾക്ക് ഒട്ടും പിന്നെ ഇതുപോലെ ചെയ്യാൻ ഡൗട്ട് ആണെങ്കിൽ കൂട്ടി അല്ലെങ്കിൽ ഇത് കൂടി പോകുമ്പോഴത്തുള്ള രീതി വെച്ച് ചെയ്താലും മതി. പക്ഷെ പിന്നെ നമ്മളോട് ചോദിക്കുന്ന 10-200ാമത്തെ ടേം ആണ്. നമ്മൾ 200 വരെ അങ്ങനെ എഴുതി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് നമുക്ക് n എത്രയാണോ വേണ്ടത്, എത്രാമത്തെ ടേം ആണോ വേണ്ടത് അതിട്ട് കൊടുക്കുക. ഡി നമുക്കറിയാം, അതിട്ട് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇൻറ്റു ചെയ്യുന്നു. അവിടത്തെ ടേമുകളെ ഇൻറ്റു ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? എഴുതുന്നു. എഴുതിയ ശേഷം എന്ത് ചെയ്യുന്നു? ഈ എഫ് കൂട്ടുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു. അത്രേ ഉള്ളൂ പരിപാടി. സിമ്പിൾ കാര്യം. ഇനി ഇവിടെ നമ്മളോട് പൊസിഷൻ ഏതേലും പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് 5th പൊസിഷനിലുള്ള ടേം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 5th പൊസിഷനിലുള്ള ടേം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരിക്കലും തിരിഞ്ഞു വരുന്നത് 5th പൊസിഷനിലുള്ള ടേം എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം 5 എന്നുള്ള പദം എത്രാമതാണെന്നുള്ളതല്ല. പകരം 5ാമത്തെ പദം ഏതാണെന്നുള്ളതാണ്. 5ാമത്തെ പദം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ്? 9 ആണ്. സോ 9. 5th പൊസിഷനിലുള്ള ടേം ഏതാണ്? 9. ഇത്രയേ ഉള്ളൂ സംഭവം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്ത് ചെയ്താൽ മതി? നമ്മൾ ആ ക്വസ്റ്റ്യനകത്തുനിന്ന് എടുത്തു നോക്കുക. ടേം ഏതാണെന്നുള്ളത് ഉണ്ടാക്കി വെക്കുക. ടേം ഉണ്ടാക്കി വെച്ച ശേഷം നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കുക. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് അൾജിബ്രിക് എക്സ്പ്രഷൻ ആയിരുന്നു എന്ന് വിചാരിച്ചു. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ ഒരു ടേമിന്റെ അൾജിബ്രിക് എക്സ്പ്രഷൻ ആണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ഈ n അതുപോലെ തന്നെ കിടക്കട്ടെ. n എന്നുള്ള പാർട്ട് അതുപോലെ തന്നെ കിടക്കട്ടെ. ബാക്കിയുള്ളത് ഇക്വേഷനകത്തോട്ടുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. അതായത് ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സാധനം എന്ത് ചെയ്യും? എക്സ് എൻ എന്ന് പറയുന്നത് എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇവിടുത്തെ എഫ് അല്ലെ ഫസ്റ്റ് ടേം നമുക്കറിയാതെ അവിടെ നിൽക്കട്ടെ. ഇതിന് പകരം എന്നിന്റെ ടേം നമുക്കറിയത്തില്ല. കാരണം n എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര വേണേലും ആവാം. അത് എത്ര വേണേലും ആവണമെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് നമുക്ക് എന്ത് കിട്ടണം? ആൻസർ, ആ ടേം കിട്ടണം. ആ രീതിയിലുള്ള എക്സ്പ്രഷൻ ആക്കാനാണ്, ഈ ഒരു സീക്വൻസിന്റെ അൾജിബ്രിക് എക്സ്പ്രഷൻ ആക്കാനാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനകത്ത് നോക്കി, എഫ് നമുക്കറിയാം 1 പ്ലസ് n നമുക്കറിയാമോ? n എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രാമത്തെ ടേം ആണെന്നുള്ളത് അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം ആ n വരെ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടണം. ഇനിയും ഡി എത്രയാണെന്ന് നമുക്കറിയാം? 2 ആണെന്ന് അറിയാം. നേരത്തെ കണ്ടുപിടിച്ച് വെച്ച് 2 ആണെന്ന് അറിയാം. അപ്പൊ ഇതിൽ നിന്ന് അൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് എന്ത് ചെയ്താൽ മതി? 1 പ്ലസ് ഇവിടെ n-1 ഇൻറ്റു ഡിയുടെ അവിടെ എന്ത് ചെയ്യുന്നു? n-1 ഇൻറ്റു 2 ആണ്. ആ 2 എന്ത് ചെയ്യുന്നു? അകത്തോട്ട് ഇൻറ്റു ചെയ്യുന്നു. അകത്തോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? 2n-2 എന്നാണ് വരുന്നത്. ഓക്കെ, 2n-2 എന്നെന്ത് ചെയ്യും? വരും. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷനകത്തോട്ട് എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ എന്നല്ല, ഇതിങ്ങനെ പരത്തി എഴുതിയാൽ മതി. 2n-2 എന്നുള്ളത് ഇങ്ങനെ പരത്തി എഴുതിയാൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നോക്കി, ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ 1 നിന്ന് -2 എന്നുള്ള രീതിയിൽ ചെയ്യുക. അതായത് 1 - 2 എന്നുള്ളത് വെച്ച് അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ പിന്നെ
2n ഇപ്പുറത്ത് കൊണ്ടുവരുമെന്നല്ല, ഈ 2n മാറ്റിയിട്ട് ഇവര് തമ്മിൽ കുറച്ചിട്ട് എഴുതിയാലും മതി. 1 എന്ത് ചെയ്യുന്നു, -2 കുറയുന്നു, അല്ലെങ്കിൽ ഈ 2 1 എന്ത് ചെയ്യുന്നു, കുറയുന്നു എന്നുള്ളത് വെച്ച് ഓർത്താലും 2n - 1 എന്ന് കിട്ടും. ഓക്കെ, അതായത് എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ 1 ആണ്, ഇവിടെ എന്താ കിടക്കുന്നത്, -2. അപ്പൊ 1 - 2 എന്താണ്, -1 ആണ്. അതായത് 2n - 1 ആണ്. ഇത്രേ ഉള്ളൂ സംഭവം. ഇതാണ് നമ്മുടെ എന്ത്, ഈ സീക്വൻസിന്റെ അൾജിബ്രിക് എക്സ്പ്രഷൻ. അത് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. തന്നിരിക്കുന്ന സീക്വൻസിന്റെ എന്ത്, അൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ. അതെങ്ങനെ കണ്ടുപിടിക്കും, n മാത്രം ഇവിടെ നിർത്തുക, ബാക്കിയുള്ള അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നു, n ഉള്ള ടേമായിട്ട് എന്ത് ചെയ്യുന്നു, ഇത് എടുത്തെഴുതുന്നു. ഇതിപ്പോ ശരിയാണോ നമുക്ക് നോക്കാം, ചുമ്മാ വെച്ചിട്ട് കാര്യമില്ല. ഇത് ശരിയാണെന്നോടെ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. അതെങ്ങനെ ഉറപ്പ് വരുത്താം, 2n - 1, ഇതിന്റെ x1 ആണ് നമുക്ക് വേണ്ടത്. അതായത് ഫസ്റ്റ് ടേം ഇത് തന്നെ കിട്ടുമോ നോക്കണം, 1 കിട്ടുമോ നോക്കണം. അത് നോക്കി 2n എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഫസ്റ്റ് ടേം ആകുമ്പോൾ n എത്രയാണ്, 1 -1. അപ്പൊ എന്ത് ചെയ്യുന്നു, 2 - 1 1. അടുത്തത് 2n - 1, അതായത് x2 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ n എന്ത് വരും, 2. അപ്പൊ 2 ഇൻറ്റു 2 4 - 1, ദാറ്റ് ഈസ് 4 - 1 എന്താണ്, 3 അല്ലേ. അതുപോലെ അടുത്ത് ചെയ്ത് നോക്കുക. അടുത്ത് ചെയ്ത് നോക്കുമ്പോഴത്തേന് എന്ത് ചെയ്യണം, 5 കിട്ടുമോ നോക്കുക. ഇനി അടുത്ത് നമ്മൾ എന്താണ്, നമ്മൾ നേരത്തെ ഒരു 11th ടേമിന്റെ ചെയ്ത ഓർമ്മയുണ്ടോ? അതിപ്പോ നമുക്ക് അൾജിബ്രിക് എക്സ്പ്രഷൻ വെച്ച് കണ്ടുപിടിക്കാം. അൾജിബ്രിക് എക്സ്പ്രഷൻ എന്തായിരുന്നു, ഈ ഒരു സീക്വൻസിന്റെ 2n - 1 എന്നായിരുന്നു. അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, 2n - 1ന്റെ അവിടെ x11 ആണ് കണ്ടുപിടിക്കേണ്ടത്. x11ന്റെ ഇക്വേഷനകത്ത് എന്താണ്, 2 ഇൻറ്റു n ന് പകരം എന്ത് കൊടുക്കണം, 11 - 1. അപ്പൊ എന്ത് വരും, 22 - 1, ദാറ്റ് ഈസ് 21. ഇത്രേ ഉള്ളൂ സംഭവം. നേരത്തെ നമുക്ക് കിട്ടിയത് 21 അല്ലായിരുന്നോ? ഇത്രേ ഉള്ളൂ സംഭവം. ഇത് ഈ ഒരു സീക്വൻസിന്റെ അൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. ഓക്കെ, കോമൺ ആയിട്ട് കണ്ടുപിടിക്കാനുള്ള മാർഗം നമ്മൾ കണ്ട് പഠിച്ചിട്ടുണ്ട്. അതിന്റെ അകത്തോട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ചെയ്ത് എന്നുള്ള ടേം വെച്ച് എന്ത് കിട്ടും, അൾജിബ്രിക് എക്സ്പ്രഷൻ കിട്ടും. കിട്ടിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, എത്രാമത്തെ ടേം ആണോ വേണ്ടത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു സീക്വൻസിന് ഇത് എല്ലാത്തിനകത്തും ഉപയോഗിക്കാം എന്നാണോ പറഞ്ഞത്? അല്ല, ഈ സീക്വൻസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ അൾജിബ്രിക് എക്സ്പ്രഷൻ വെച്ച് കണ്ടുപിടിക്കാം. അത്രേ ഉള്ളൂ സംഭവം. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ്. 3 മാർക്കിനും ഒക്കെ ചോദിക്കാൻ ഉറപ്പായിട്ട് സാധ്യത ഉള്ളതാണ്. അൾജിബ്രിക് എക്സ്പ്രഷൻസ് ഇതുപോലെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി, നമ്മൾ എന്നെ അവിടെ കിടത്തിയിട്ട് ബാക്കിയുള്ളവരെ ഇട്ട് കൊടുക്കുന്നു, കണ്ടുപിടിക്കുന്നു. ഇത്രേ ഉള്ളൂ സംഭവം. ക്ലിയർ, സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. ക്ലിയർ ആക്കി പോവുക. ഓക്കെ, ഇനിയും അടുത്തത് പിന്നെ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എങ്കിലും വീണ്ടും ക്ലാസ് റീ ആയതുകൊണ്ടാണ് വീണ്ടും എടുക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഈ പേജ് നമ്പർ, നിങ്ങളുടെ പഴയ പുസ്തകമാണ്, പുതിയ പുസ്തകത്തിനകത്തും 1-2 ക്വസ്റ്റ്യൻസിന്റെ വ്യത്യാസമേ ഉള്ളൂ. എങ്കിലും 17, 18 ആ ഒരു പേജിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ചെക്ക് വെദർ each of the sequence given below is an arithmetic sequence. Give reasons for the arithmetic sequence. Write is common difference also. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഉറപ്പായിട്ട് കോമൺ ഡിഫറൻസ് കാണും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ടേമിനെ നമ്മൾ എന്ത് വിളിക്കാനും പറ്റത്തുള്ളൂ, അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാനും പറ്റത്തുള്ളൂ. അപ്പൊ ഇവര് എന്താണ് പറഞ്ഞേക്കുന്നത്, നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതായത് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ നോക്കണം. എങ്ങനെ ഉറപ്പ് വരുത്തുന്നത്, അതിന് എന്തുണ്ടെങ്കിലും നമുക്ക് അതിന്റെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതിന് ഒരു കോമൺ ഡിഫറൻസ് എന്ത് ചെയ്തിരിക്കണം, ഉണ്ടായിരിക്കണം. അത്ര ടേമുകൾക്ക് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്തിരിക്കണം, ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളോട് ചോദിച്ചേക്കുന്നത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പറിന്റെ സീക്വൻസ് നമ്മൾ ഇപ്പൊ എഴുതിയതേ ഉള്ളൂ. എന്താണ് സീക്വൻസ്, 1 3 5 7 9. ഓക്കെ, അപ്പൊ ഇതിനകത്തുനിന്ന് നമ്മളെ എന്താണെന്ന് ഉറപ്പ് വരുത്തണം, അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ഉറപ്പ് വരുത്തണം. എങ്ങനെ ഉറപ്പ് വരുത്തുന്നത്, കോമൺ ഡിഫറൻസ് എടുത്തുന്നത്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ d ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുന്നു, എത്രാമത്തെ ടേം ആണോ നമ്മൾ എടുക്കുന്നത് അതിന്റെ തൊട്ട് പുറകിലുള്ള 5 - 3 നോക്കുന്നു 2. ഓക്കെ ആണ്. മറ്റേത് നോക്കുന്നു, ഇപ്പം 9 - 7 എന്ത് തന്നെ വരും, 2 ആണ് വരുന്നത്. സോ ഇതെന്താണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യന്,
ഈവൻ നമ്പർ ആണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾ കൂടെ ചെയ്ത് വെക്കണേ. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് നോക്കി ചെയ്ത് വെക്കാതെ കേട്ടോ. ഇത് ഇന്ററാക്ഷന്റെ സമയത്ത് ഇത് ചെയ്തോണ്ട് വേണം വരാനെ. നോക്കിയേ, ഈവൻ നമ്പറിന്റെ സീക്വൻസ് ആണ് ചോദിച്ചേക്കുന്നത്. 2 4 6 8 12 അങ്ങനെ അങ്ങനെ, സോറി 10 12 അങ്ങനെ 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 പോകും. ഓക്കെ, അപ്പൊ നമ്മള് ഒരു 5 6 എണ്ണം എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കുത്തിട്ട് വെക്കുക. ഓക്കെ, അറിയാവുന്ന നമുക്ക് മാക്സിമം എഴുതി വെക്കാം, അതിന് കാര്യം കുഴപ്പമൊന്നുമില്ല. ഇനി എന്നിട്ട് ഇതിന്റെ എന്ത് ചെയ്യണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കുന്നത് എങ്ങനെയാണ്? കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ടേമിന്റെ തൊട്ട് പുറകിലുള്ള ടേം കൂടെ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അതായത് 6 - 4 നോക്കുന്നു, 2 ആണ്. പിന്നെ 4 - 2 ആണ്. പിന്നെ 8 - 6 2 ആണ്. അങ്ങനെ നമ്മൾ ഏതെങ്കിലും മൂന്നെണ്ണം നോക്കുമ്പോഴത്തേനും അതെന്താണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ എങ്ങനെ എഴുതേണ്ടത്? ചുമ്മാ സീക്വൻസ് എഴുതി D2 എന്നല്ല എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഡി കണ്ടുപിടിക്കുന്ന 1 2 ഇത് കാണിക്കുക. എന്നിട്ട് ശേഷം താഴെ എന്ത് എഴുതണം? ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 2 എന്ന് പറഞ്ഞുകൊണ്ട് എഴുതണം എല്ലാ ഇക്വേഷനകത്തും, എല്ലാ സീക്വൻസിനകത്തും. അടുത്തത് മൂന്നാമത്തത്, സ്പീഡ് ചെയ്ത് പോകാമേ. നോക്കട്ടെ, ക്വസ്റ്റ്യൻ നോക്കട്ടെ. Sequence of fractions got as half of the odd number. Odd numberന്റെ ഹാഫ് ആയിട്ട് വരുന്നത്, എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡ് നമ്പറിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ by 2. ഓഡ് നമ്പർ ആദ്യം എഴുതാം. ഓഡ് നമ്പർ ഏതൊക്കെയാ? 1 3 5 പിന്നെന്താണ് 7 9 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂ. ഇനി അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? by 2കൾ. ഇതിന്റെ ഹാഫുകള് നേരാണ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇതിന്റെ ഹാഫുകൾ ഉണ്ടാകുന്ന സീക്വൻസ് ഇതിന് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിനെ അല്ലാതെ നമ്മുടെ 0.5 എന്നോ 1.5 അങ്ങനെ 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 വേണമെങ്കിൽ എഴുതിപ്പാം. ഓക്കെ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാം. ഫ്രാക്ഷന്റെ രീതിയിലല്ല, അല്ലാതെ ഡെസിബലിന്റെ രീതിയിൽ എഴുതുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതുമ്പോഴും നമുക്ക് എന്താണോ നോക്കണം, എന്ത് ചെയ്തു പോകുന്നുണ്ടോ നോക്കുക. കോമൺ ആയിട്ട് ഒരു നമ്പർ എന്ത് ചെയ്ത് പോകുന്നുണ്ടോ നോക്കുക, ആഡ് ചെയ്ത് പോകുന്നുണ്ടോ നോക്കി. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ ഏതെങ്കിലും നമ്പർ ആഡ് ചെയ്ത് പോകുന്നുണ്ടോ? അതുകൊണ്ട് മേളില് 2 വീതം ആണ് എന്ത് ചെയ്യുന്നു, കൂടി പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 2 ആണ് കോമൺ ഡിഫറൻസ് എന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല. എന്തെന്ന് ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ ഇത് 2 വീതം കൂടി പോകണമെങ്കിൽ അടിയിലത്തെ ഡിനോമിനേറ്റർ എത്ര ആയിരിക്കണം? 2. അടിയിലത്തെ സെയിം ഡിനോമിനേറ്റർ ആണെങ്കിലല്ല നേരിട്ട് നമുക്ക് ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടാൻ പറ്റത്തുള്ളൂ. സോ 2/2 അല്ലെങ്കിൽ എന്തെന്ന് പറയാം, 1. ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത് എന്താണ്? 1 ആണ്. അത് പക്ഷെ നമ്മൾ ചുമ്മാ ഇത് കാണുമ്പോൾ അങ്ങനെ എഴുതിയാൽ പോരാ. പകരം നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള മാർഗം അങ്ങോട്ട് എഴുതി വെക്കണം. എന്താണ് ആ മാർഗം? D = ഈ ടേം 3/2 എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ ഏതൊരു ഒരു ടേം ആയിക്കോട്ടെ, ആ ടേമിന്റെ തൊട്ട് പുറകിലെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്പർ ആണ്. 3/2 ആകുമ്പോൾ ആ നമ്പർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നോക്കി സെയിം ഡിനോമിനേറ്റർ ആണ്. സോ അത് അതുപോലെ എടുത്ത് എഴുതുന്നു. 3 - 1 = 2/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഓക്കെ, അത് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി മറ്റ് സംഖ്യകളോട് ചെയ്ത് നോക്കി ഇത് ഉറപ്പുവരുത്തിയ ശേഷം ഇവിടെ നോക്കി, ഇവിടെ ഇത് തന്നെയല്ലേ 1 തന്നെയല്ലേ കൂടി പോകുന്നത്. 0.5ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 1.5, വീണ്ടും അതിന്റെ കൂടെ 1 കൂട്ടുമ്പോൾ അങ്ങനെയല്ല ഇത് കൂടി പോകുന്നത്. അപ്പൊ കോമൺ ഡിഫറൻസ് എത്ര ആണെന്ന് മനസ്സിലായി? 1 ആണ്. അപ്പം ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 1. ഓക്കെ, ഇത്രേ ഉള്ളൂ സംഭവം. ഇനി അടുത്തത് സ്ഥിരം ക്വസ്റ്റ്യൻസ് നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി ഇടുന്ന ഒരു ഐറ്റം ആണ്. ക്വസ്റ്റ്യന് പവേഴ്സ് ഓഫ് 2ന്റെ പവറുകൾ, 2ന്റെ എന്താണ് കൃത്യങ്ങളെന്നല്ലേ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അത് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ സീക്വൻസ് എഴുതുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, പവേഴ്സ് എന്താണ്? പവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇപ്പം 1ന്റെ ഫസ്റ്റ് പവർ 1 അങ്ങനെ പോകുന്നു. ഇവിടെ നമ്മൾ നോക്കി 2/1 2/2 അങ്ങനെ പോകുന്നു. 2/3 2/4. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയേ, ഈ സീക്വൻസ് ഒന്ന് എടുത്തെഴുതിയേ. 2/1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2. 2/2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 2 × 2. അടുത്തത് 2 × 2 ഇത് നിങ്ങൾ നേരത്തെ ആൻസർ എഴുതി പോയാൽ മതി. ഇതിന്റെ ആൻസർ അറിയാം. ഞാൻ ചുമ്മാ ഡൗട്ട് ഉള്ളവർക്ക് എഴുതി കാണിക്കുന്നതേ ഉള്ളൂ. എന്തുവായിരുന്നു റേസ് 2 എന്നൊക്കെ ഓർക്കാൻ മടിയുള്ളവരും അല്ലെങ്കിൽ ഓർക്കാത്തവർക്കും വേണ്ടിയിട്ട് ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ,
2 പിന്നെന്താണ് 4. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, അടുത്ത വരുന്നത് എന്താണ് 8. അടുത്ത വരുന്നത് എന്താണ് 16. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ സീക്വൻസ് ഇതാണ്. നമ്മൾ ഇനി എന്താണോ നോക്കണം, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കണം. അരിത്തമെറ്റിക് സീക്വൻസ് ആവണം എങ്കിൽ അതിന് എന്ത് വേണം, ഒരു കോമൺ ഡിഫറൻസ് ഉറപ്പായിട്ടും വേണം. അപ്പൊ ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം, ഏതാണെന്ന് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, 4 - 2 ചെയ്ത് നോക്കുന്നു, 2 കിട്ടി. ഓക്കെ, അപ്പൊ എന്റെ കോമൺ ഡിഫറൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല, നമ്മൾ ഉറപ്പ് വരുത്തണം കിട്ടിയത് കോമൺ ഡിഫറൻസ് ആണ്. അതെങ്ങനെ ഉറപ്പ് വരുത്തുന്നത്? അടുത്തത് നോക്കാം. ഇവരെ രണ്ടുപേരും കൂടെ കുറച്ച് നോക്കുന്നു. 8 - 4 4 ആണോ? അപ്പൊ ഇതും എന്തല്ല, സെയിം അല്ല. അപ്പൊ ഒരു കോമൺ ഡിഫറൻസ് അല്ല ഇവിടെ എന്ത് ചെയ്തേക്കുന്നത് ഉണ്ടായത്. ഇത് സീക്വൻസ് ആണോ? സീക്വൻസ് ആണ്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, പവേഴ്സ് ആണ്. പവേഴ്സിന്റെ സീക്വൻസ് ആണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. സീക്വൻസ് ആണ്, പക്ഷെ ഇത് എന്തല്ല, അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അപ്പൊ നിങ്ങൾ എല്ലാ കാണുമ്പോഴത്തേനും ഒരു ഓർഡർ കാണുമ്പോൾ അങ്ങ് ചെയ്തു പോകരുത്. എഴുതിയിട്ട് നമ്മൾ നോക്കുക, തന്നിരിക്കുന്ന എന്താണെന്ന് നോക്കുക, സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. എങ്ങനെ ഉറപ്പുവരുത്തുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് ശേഷം ഉറപ്പുവരുത്തുക. എങ്ങനെ ഉറപ്പുവരുത്താം? ഇതിപ്പോ നോക്കി, ഇവിടെ വേറെ വേറെ ആയതുകൊണ്ട് ഇത് എന്തല്ല, കോമൺ ഡിഫറൻസ് ഇല്ല. കോമൺ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഇത് എന്തല്ല, അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അപ്പൊ ഇതിന്റെ ലാസ്റ്റിൽ എന്ത് എഴുതി വെക്കണം, ദിസ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ബിക്കോസ് എന്തില്ല, ഇറ്റ് ഹാസ് നോ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഇതെന്താന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പിന്നെ എന്താണ്, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്ക്വയറിനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ ആണ് തന്നേക്കുന്നത്. കട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ആ ഒരു ഫ്രാക്ഷൻ പോലെ ആക്കിയിട്ട് ചെറിയ ചെറിയ ഇതാക്കിയിട്ട് അതിന്റെ ഒരു സീക്വൻസ് അങ്ങനെ പിക്ചർ ആയിട്ട് തന്നിട്ടുള്ളത് ചോദിക്കാം. അതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. ഇതൊന്നും വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് പിക്ചറിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞേക്കുന്നത് എന്താണ്, ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് കളേർഡ് സ്ക്വയേഴ്സിന്. കളേർഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ പുറകെ കൊടുത്തേക്കുന്നത് നടുക്കുള്ള ഒരു സ്ക്വയർ ഒഴിച്ച് ബാക്കിയെല്ലാം കളേർഡ് ആയിട്ടാണ് അവർ കൊടുത്തേക്കുന്നത്. അതിൽ ആദ്യത്തെ കൊടുത്തേക്കുന്നത് 8 സ്ക്വയേഴ്സ് എന്ത് ചെയ്തേക്കുന്നു, കളേർഡ് ആയിട്ട് കൊടുത്തേക്കുന്നു. അടുത്തതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേന് പിന്നെ 12 സ്ക്വയേഴ്സ് എന്ത് ചെയ്തേക്കുന്നു, കളേർഡ് ആയിട്ട് കൊടുത്തേക്കുന്നു. നിങ്ങൾ ആ ടെക്സ്റ്റൂടെ വെച്ച് പോകണം. ഞാൻ ചുമ്മാ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്ത് ചെയ്തു പോകുന്നു, ഇതുപോലെ തന്നെ കളേർഡ് ആയിട്ട്. ഓക്കെ, 4 വീതം താഴെയും മേളില് 4 വീതം, പിന്നെ സൈഡ് 2, അങ്ങനെ ആ രീതിയിലാണ് കിടക്കുന്നത്. ഇതിന്റെ എന്ത് ചെയ്യുന്നു, തന്നിരിക്കുന്നത് കളേർഡ് ആയിട്ട് കൊടുത്തേക്കുന്നു. ഇത് 8 കളേർഡ് ആയിട്ട് കൊടുത്തേക്കുന്നു. ഇവിടുത്തേത് 12 കളേർഡ് ആയിട്ട് കൊടുത്തേക്കുന്നു. അടുത്ത് നോക്കിയേ 16. അടുത്ത നിങ്ങൾ ടെക്സ്റ്റ് റെഫർ ചെയ്ത് തന്നെ പോണേ. 16 സ്ക്വയേഴ്സ് എന്ത് ചെയ്തേക്കുന്നു, കളേർഡ് ആയിട്ട് കൊടുത്തേക്കുന്നു. അപ്പൊ ഇവിടെ നോക്കിയേ, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ, എന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനും പറയുന്നുണ്ട്. ഓക്കെ, ഇത് ആദ്യം ഇത് പാറ്റേൺ ആണെന്ന് നോക്കുക. നിങ്ങൾ ഒന്നെങ്കിലും എന്ത് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇതിൽ അതായത് നമുക്കിപ്പോൾ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകാമല്ലോ. അപ്പൊ ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കുക. സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് അതൊന്ന് ഉറപ്പുവരുത്തുക. എങ്ങനെ ഉറപ്പുവരുത്താം? ആദ്യം എന്ത് ചെയ്യുന്നു, ഇയാളെ തൊട്ട് പുറകിലുള്ള 8 കൊണ്ട് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, 4 കിട്ടുന്നു. ഓക്കെ, അടുത്തത് എന്ത് ചെയ്യുന്നു, 16 - 12 നോക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്, സെയിം ആണ് കിട്ടിയത്. സോ ഇതെന്താണ്, കോമൺ ഡിഫറൻസ് ഡി ആണ്. സോ കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും, ഉറപ്പായിട്ടും അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും. അത്രേ ഉള്ളൂ പരിപാടി. ഇതിനകത്ത് ക്ലിയർ ആയിട്ടുള്ള കാര്യം എന്താണ്, നമുക്ക് തന്നിരിക്കുന്നതിനകത്തുനിന്ന് പിന്നെ കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കുക. തന്നിട്ടുള്ളത് കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അത്രേ ഉള്ളൂ കാര്യം. ഇനി അതിൻ്റെ അകത്ത് മൂന്നാമതൊരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതും പിക്ചറിലായിട്ടുള്ള സാധനമാണ്. നിങ്ങൾ അത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ ടെക്സ്റ്റ് ഒന്നെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് കയ്യിലുണ്ടെങ്കിൽ എവിടുന്നേലും നമുക്ക് കിട്ടുമല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമല്ലോ നമ്മുടെ നെറ്റിനകത്തുനിന്ന്. അപ്പം ഗൂഗിളിൽ നിന്ന് വല്ലോ ഒരു ടെക്സ്റ്റിന്റെ PDF ഡൗൺലോഡ് ചെയ്ത ശേഷം ഈ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ പറയുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. സിമ്പിൾ കാര്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനോടെ ജസ്റ്റ് നോക്കുകയാണ്. കുറച്ച് സ്ക്വയേഴ്സ് തന്നിട്ടുണ്ട്. കുറച്ച് സ്ക്വയേഴ്സ് പോകുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു 2 സ്ക്വയർ വെച്ചാണ് അത് പോകുന്നത്. അതായത് ഈ ഒരു രീതിയിൽ
ഫസ്റ്റിൽ നമ്മൾ ഒരു 2 സ്ക്വയർ കൊടുത്തേക്കുന്നു. അടുത്തത് 4 സ്ക്വയർ ആണ്. പടം വരയ്ക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒറിജിനൽ ടെക്സ്റ്റിനകത്തുള്ള പടം കൂടെ നോക്കിക്കോണേ. ഓക്കെ, ഈ ഒരു ഓർഡറിലാണ് എന്ത് ചെയ്തേക്കുന്നത് പോകുന്നത്. ഓക്കെ, ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ അത് ചോദിച്ചേക്കുന്നത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്മാൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് റെക്ടാങ്കിൾ? ഓരോ റെക്ടാങ്കിളിലും എത്ര കൊച്ചു സ്ക്വയറുകൾ വീതം ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. എത്ര കൊച്ചു സ്ക്വയറുകൾ ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കി, ദാണ്ടൊരെണ്ണം, അപ്പൊ 2 2 4, ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 6. അപ്പൊ ഇതെന്താണെന്ന് നോക്കണം. ആദ്യം അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കണം. എങ്ങനെ നോക്കും നമ്മള്? കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കുന്നു. കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇതെന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. എന്നിട്ട് എന്തെന്ന് എഴുതി വെക്കണം? ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് ഇത്ര എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ 2 ആണ് കോമൺ ഡിഫറൻസ് വരുന്നത്. അപ്പൊ അങ്ങനെ എഴുതി വെക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യൻസ് എല്ലാം ശ്രദ്ധിച്ചു നോക്കണേ. ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? നമ്മൾ ചാടി കയറി 1 2 എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എഴുതരുത്. കാരണം പിന്നെ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്? എത്ര സ്ക്വയേഴ്സ്, എത്ര സ്ക്വയർ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാർജ് സ്ക്വയർ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ ഇതിൽ ഓരോന്ന് എത്ര സ്ക്വയർ ഉണ്ടെന്നല്ല ചോദിച്ചിരിക്കുന്നത്. ലാർജ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫുൾ സ്ക്വയർ ആയിട്ട് നിൽക്കുന്ന വലിയ സ്ക്വയർ ആയിട്ടുള്ളത് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കി, ഇതൊരു സ്ക്വയർ ആണോ? ഇതൊരു വലിയ സ്ക്വയർ അല്ലെങ്കിൽ ഇതൊരു സ്ക്വയർ ആണോ? അല്ല. കാരണം ഇതെന്താ? ഒരു റെക്ടാങ്കിൾ, 2 സ്ക്വയർ ഇവിടെ ചേർത്തിട്ടുണ്ടെന്നല്ല ഉള്ളൂ. അത് വെച്ചാൽ ഒരു സ്ക്വയർ ആവത്തില്ലല്ലോ ഫുള്ള്. ഇപ്പൊ ലാർജ് സ്ക്വയർ എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റിലത്തേത് അപ്പൊ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി സെക്കൻഡിലെയോ ഒരു വലിയ സ്ക്വയർ ഉണ്ട് അല്ലേ? ഒരു വലിയ സ്ക്വയർ ഉണ്ടല്ലോ. വേറെ അപ്പുറത്ത് വേറെ 2 വലിയ സ്ക്വയർ ഉണ്ട്. എങ്ങനെയാ അത് നോക്കുന്നത്? അതുകൊണ്ട് ഇതൊരു വലിയ സ്ക്വയർ, അതായത് ഇത്രയും വരെ ഉള്ളത്. പിന്നെ ഇതൊരു വലിയ സ്ക്വയർ. ഓക്കെ, അങ്ങനെ 2 3 ആ ഒരു രീതിയിൽ പോകുന്നു. ഇനി അടുത്ത നമ്മളോടുള്ള ചോദ്യം എന്താണ്? എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് ടോട്ടൽ. ഇത് അതുപോലെ സീക്വൻസ് ആണോ നോക്കുക, അടുത്ത സീക്വൻസ് ആണോ നോക്കുക. കോമൺ ഡിഫറൻസ് ഡി എത്ര ആണ്? 1 ആണെങ്കിൽ അത് വെച്ച് എന്ത് ചെയ്യുന്നു? എഴുതുന്നു. അടുത്തത് ചോദ്യം എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി സ്ക്വയേഴ്സ്? മൊത്തത്തിൽ എത്ര സ്ക്വയർ ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു? ഇത് കൗണ്ട് ചെയ്ത് സ്മാൾ സ്ക്വയർ എത്ര ഉണ്ടെന്ന് വെച്ചുള്ളത് എഴുതുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. അത്രേ ഉള്ളൂ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. സ്ക്വയറിന്റെ ടോട്ടൽ എത്ര കൊച്ചു സ്ക്വയർ ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. സോറി, ടോട്ടൽ എത്ര സ്ക്വയർ ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര കൊച്ചു സ്ക്വയർ ഉണ്ടെന്നല്ല. തേർഡ് ക്വസ്റ്റ്യൻ അത് ശ്രദ്ധിച്ചോണം നിങ്ങൾ. എത്ര കൊച്ചു സ്ക്വയർ ഉണ്ടെന്ന് എന്നുള്ളതല്ല ചോദ്യം, പകരം എത്ര സ്ക്വയർ ഉണ്ടെന്നാണ് ചോദ്യം. എത്ര സ്ക്വയർ ഉണ്ട്? അതാണ്ട് ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്തു? 2 സ്ക്വയർ ആണ് ഇവിടെ ഉള്ളത്. 2 സ്ക്വയർ. ഇവിടെ നോക്കി എത്ര സ്ക്വയർ ഉണ്ട്? ഇവിടെ കാണുന്നു 2 4 4 സ്ക്വയർ ഉണ്ട്. 4 സ്ക്വയറും പിന്നെ ഇതെന്താണ്? ഈ വലുതെന്ന് പറയുന്നത് ഇതെന്താണ്? ഇതൊരു സ്ക്വയർ അല്ലേ? മൊത്തത്തിൽ വരും നോക്കുമ്പോൾ ഇതൊരു സ്ക്വയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ 5 ഉണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ ഇവിടുത്തെ ഒരു പോർഷൻ ഉണ്ട്, ഈ ഒരു പോർഷൻ ഉണ്ട്, ടോട്ടൽ ഉണ്ട്. അങ്ങനെ എന്ത് വരും? ഒരു 8 സ്ക്വയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ 2 5 8. അപ്പൊ ഇത് എന്താണോ നോക്കണം? അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കണം. എങ്ങനെ നോക്കും? നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് എത്ര ആണോ നോക്കുക. കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്താണത്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇത്ര ഉള്ള കാര്യം. നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനകത്ത് സീക്വൻസ് ഉണ്ടാക്കുന്നു. സീക്വൻസ് ഉണ്ടാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ഉറപ്പ് വരുത്തുന്നു. അതെങ്ങനെ ഉറപ്പ് വരുത്താം? ഡി നോക്കുന്നു, ചെയ്യുന്നു. ഇനി ഇത് മാത്രമല്ല ക്വസ്റ്റ്യനകത്ത് ചോദിക്കുന്നത്. ഇതിപ്പോ ഒരു മാർഗം ഒക്കെ ഉള്ള ചോദ്യമായിരിക്കും. പകരം നിങ്ങൾക്ക് സ്ഥിരം ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതിന്റെ കൂടെ തന്നെ എത്രാമത്തെ ടേമുകൾ ചോദിക്കാം. ഇപ്പൊ 5th ടേമോ 6th ടേമോ ഒക്കെ വെച്ച് ചോദിക്കാം. അതൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ കോമൺ ഡിഫറൻസ് അല്ലാതുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, പൊസിഷൻ, അത് ചോദിക്കാം. ഇതെല്ലാം ഒരു ക്വസ്റ്റ്യനകത്ത് തന്നിട്ട് ABC എന്നുള്ള രീതിയിൽ അങ്ങനെ ചോദിക്കാം. അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാലേ അത് അറ്റൻഡ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ സംഭവം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ടൈം ഉണ്ടായിരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യായിരുന്നു. നിങ്ങൾ ഇതിപ്പോ ഞാൻ ചെയ്ത എല്ലാം കൊച്ചു ക്വസ്റ്റ്യൻ, ചെറിയ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിനകത്തുള്ളത് ചെയ്ത് നോക്കുക. ടെക്സ്റ്റൂടെ റെഫർ ചെയ്ത് തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവ് ഇന്ററാക്ഷന് ചോദിക്കുക. ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് ബാക്കിയുള്ള ടെക്സ്റ്റിനകത്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തിട്ട് ലൈവ് ഇന്ററാക്ഷൻ വരാൻ നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. നല്ലപോലെ പഠിക്കുക, ക്ലിയർ ആക്കി പോവുക. താങ്ക് യു.